നമസ്കാരം. കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസ് രാഷ്ട്രീയം ചാകരയാണ്. അത് കോൺഗ്രസിനെ കുത്തി നോവിച്ചാലും, കോൺഗ്രസിനകത്തെ പുനഃസംഘടനയായാലും, കോൺഗ്രസിനകത്തെ മാറ്റങ്ങൾ എന്തു തന്നെയായാലും അത് കേരളത്തിലെ മാധ്യമങ്ങൾ ചാകരയാക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. സത്യത്തിൽ കോൺഗ്രസിനകത്ത് നടക്കാത്ത കാര്യങ്ങൾ പോലും, ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും നിരന്തരമായി ചില മാധ്യമങ്ങൾ നൽകുകയാണ്. അതിനകത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ചാനൽ റിപ്പോർട്ടർ ചാനൽ തന്നെയാണ്. കാരണം അവരെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടുള്ള വേദനകളുണ്ട്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി കോൺഗ്രസിന്റെ പ്രതിനിധി അവരുടെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. അതുപോലെ തന്നെ അവരുടെ ചാനലിൽ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത് CPM അനുകൂലമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് എന്ന് ഓരോ ദിവസത്തെയും അവരുടെ രാത്രിയിലെ ഒരു 4-5 പേർ ഒരുമിച്ചിരിക്കുന്ന ഒരു എഡിറ്റോറിയൽ അത് പരിശോധിച്ചാൽ സ്വാഭാവികമായും നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയും. പക്ഷെ അവിടെ ഒറ്റയ്ക്ക് പോരാട്ടം നടത്തുന്ന ഉണ്ണി ബാലകൃഷ്ണനെ പോലുള്ള ആളുകളുടെ ഒരു ചരിത്രപരമായ ബോധത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന മറ്റവതാരകർ ഇല്ലാതെ പോയത് ഒരു പരിധി വരെ കോൺഗ്രസിന് അവിടെ രക്ഷയാണ്. അപ്പൊ ഇന്ന് റിപ്പോർട്ടർ ചാനൽ നിരവധി വാർത്തകൾ നൽകിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇവിടെ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നു. രേവന്ത് റെഡ്ഡിയും DK ശിവകുമാറും ഇവിടെ എത്തുന്നു. ഇനിയെല്ലാം ഹൈക്കമാൻഡിന്റെ കയ്യിൽ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇനി ഒരു റോളുമില്ല എന്ന് തുടങ്ങി നിരവധിയായിട്ടുള്ള വാർത്തകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ചാനലുകൾ തന്നെയാണ് KPCC പ്രസിഡന്റിനെ ഇപ്പോൾ മാറ്റും എന്ന രാഷ്ട്രീയ ലേലം വിളി കുറെ നാളുകളായി കേരളത്തിന്റെ നഭോമണ്ഡലത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊന്നുമല്ല സ്ഥിതി. കോൺഗ്രസ് വളരെ വ്യക്തതയോടുകൂടി ചിട്ടയായ പ്രവർത്തന ശൈലി സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോംവർക്കിന്റെ ഭാഗമായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുകയാണ്. കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും സുപരിചിതമായിട്ടുള്ള 2 ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് A and I. ഇത്രയും കാലം അത് ഗ്രൂപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ഇന്ദിരാ കോൺഗ്രസും ആന്റണി കോൺഗ്രസും എന്ന പേരിൽ നിന്ന് ഘനീഭവിച്ച് പിന്നീട് അത് പല വഴികളായി മഹാപ്രളയമായി കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞാടിയ ഗ്രൂപ്പ് സംവിധാനങ്ങൾക്ക് നൽകിയ 2 അക്ഷരങ്ങളാണ് A and I എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ആ എയും ഐയും സംഗമിക്കുന്നു എന്ന വാർത്തയാണ് മലയാള മനോരമ പോലുള്ള മാധ്യമങ്ങൾ നൽകിയത്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിശീലന പദ്ധതി തയ്യാറാക്കുകയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. അതായത് സോഷ്യൽ മീഡിയയെ അവഗണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അതിന്റെ നേതാക്കന്മാർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കാം, അതിനകത്തെ സാങ്കേതിക വിദ്യകൾ എത്രത്തോളം സുപരിചിതമാക്കി നൽകാം, എങ്ങനെ ഒരു പോസ്റ്റ് ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ സോഷ്യൽ മീഡിയയിൽ, അത് ഫേസ്ബുക്ക് ആയാലും അതല്ലെങ്കിൽ ഈ ഇൻസ്റ്റഗ്രാം ആയാലും അതല്ലെങ്കിൽ യൂട്യൂബ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലായാലും എങ്ങനെ നൽകാം, എങ്ങനെ പോസ്റ്റ് ചെയ്യാം, എങ്ങനെ എഡിറ്റ് ചെയ്യാം, എങ്ങനെ അതിന് ശബ്ദം നൽകാം, എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യത, അപാരമായിട്ടുള്ള സാധ്യത ഈ മേഖലയിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് കോൺഗ്രസ് സമഗ്രമായിട്ടുള്ള ഒരു ക്ലാസ് ഇന്ന് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇന്ദിരാ ഭവനിൽ വെച്ച് നൽകുകയാണ്. ഇതിനെ തുടർന്ന് നിരവധിയായിട്ടുള്ള ക്ലാസുകൾ വളരെ പ്രൊഫഷണലുകളുടെ നേതൃത്വത്തിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നടത്താൻ വേണ്ടി പോകുന്നു. അതിന്റെ ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു സമാരംഭമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ആരംഭിക്കുന്നത്. സ്വാഭാവികമായും വരാനിരിക്കുന്ന 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ, ഒന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ 2006 നടക്കാൻ വേണ്ടി പോകുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ തന്നെയാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. അവിടെ പ്രാദേശിക തലത്തിൽ അടിത്തട്ടിൽ അതിശക്തമായിട്ടുള്ള ഐക്യ കാഹളം ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും സാധിച്ചാൽ, വിമതന്മാരെ പരിപൂർണമായി നിയന്ത്രിക്കാൻ പാർട്ടിക്കും മുന്നണിക്കും സാധിച്ചാൽ 2026 അനായാസേന കരകയറാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കും. അതുകൊണ്ട് 2026 എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പിനേക്കാളും വമ്പൻ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. അത് വളരെ കൃത്യതയോടുകൂടി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു നേതൃത്വം കേരളത്തിലുണ്ട്. KPCC പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ, ശ്രീ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ
അതുപോലെ തന്നെ ശ്രീ കെ ജയൻ, ശ്രീ ലിജു ഉൾപ്പെടെയുള്ള സമുന്നതരായ നേതാക്കന്മാർ എല്ലാം രംഗത്തുണ്ട്. അതുപോലെ ഒരു കാലഘട്ടത്തിൽ മാറി നിന്ന മുൻകാല പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാരെ എല്ലാം ചിറകിനടിയിൽ കൂട്ടിച്ചേർത്ത് നിർത്താൻ ഇപ്പോഴത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന് കഴിഞ്ഞു എന്ന് പറയുന്നത് ഐതിഹാസികമായ ഒരു രാഷ്ട്രീയ തേരോട്ടത്തിന് മുന്നോടിയായിട്ടുള്ള കരുതൽ തന്നെയാണ്. ഇവിടെ കോൺഗ്രസ് നിരവധിയായിട്ടുള്ള ചുവടുകൾ അതിവേഗം മുന്നോട്ട് വെച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട തുടക്കം തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിത്ത് കോൺഗ്രസ്.